ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിക്ക് സ്വാഗതം. അപ്പോൾ ഈ മാസം തുടങ്ങി ഫസ്റ്റ് വീക്കായിട്ടുള്ള ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള പ്രൈസ് നല്ലൊരു ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് താഴേക്ക് പോയി ഒന്നൊരു ബിയറിഷിലേക്ക് പോയി, അതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യുക ഒന്ന് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീക്ക് നോക്കാം. ഒരു പ്രീവിയസ് വീക്കിൻ്റെ ലോയൊക്കെ വരെ പ്രൈസ് ആദ്യം ഒന്ന് മൂവ് ചെയ്തു, അതിന് ശേഷം പ്രൈസ് അതേപോലെ തന്നെ തിരിച്ച് കയറി വന്നിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കുക? ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ പ്രൈസ് നല്ലൊരു പി ഒയിലാണ് നിൽക്കുന്നത്, 1 hour ആൻഡ് 4 hour. അല്ലാതെ ഈ വീക്കിൻ്റെ ഹൈയും കൂടി എടുത്താൽ നല്ല ഹെവി റിയാക്ഷൻ തരേണ്ടതായിരുന്നു. പക്ഷേ ഫ്രൈഡേ ഓൾറെഡി നമ്മുടെ ന്യൂയോർക്ക് മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും നടന്നില്ല. അപ്പോൾ നമുക്ക് ഇനി എന്താണ് സംഭവിക്കണതെന്ന് നോക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വീക്കിൻ്റെ ഹൈ, അതേപോലെ തന്നെ ഇപ്പോൾ വീക്കിൻ്റെ ഹൈ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒ ബി ഫെയിലായി ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് ഈ ലോയിന് ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തു. അപ്പോൾ പ്രൈസ് നല്ലൊരു ബിയർ സ്ട്രക്ചറിൽ തന്നെ ഈ ബോഡി ബ്രേക്ക് ചെയ്തപ്പോൾ ഈ ഒരു ഐഡിയം എടുത്ത് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പ്രൈസ് താഴേക്ക് മൂവ് ചെയ്തത്. അപ്പോൾ ഇവിടെയും അത് തന്നെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഹൈ എടുത്തിട്ട് പ്രൈസ് നല്ലൊരു സെല്ലിലേക്ക് തരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വളരെ കൂടുതലാണ്. അത് നിങ്ങൾ നല്ല നോക്കുക. പ്രൈസ് ഒന്ന് ബുള്ളിഷിലേക്ക് കയറി വന്നെന്നും പറഞ്ഞ് ഇനിയും കണ്ടിന്യൂസ് ബുള്ളിഷിലേക്ക് പോകുന്നൊന്നുമില്ല. പ്രൈസ് ഇറങ്ങി എന്തായാലും പോകും. അപ്പോൾ ഈ ഒരു ഹൈ 4 hourലാണെങ്കിൽ ഈ ഒരു ഹൈ ഒക്കെ എടുത്തിട്ടായിരിക്കും പോകുന്നത്. അല്ല, ഇത് ഹൈ എടുത്തിട്ട് നല്ല ബുള്ളിഷിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബി ഒയിലൊക്കെ ധൈര്യമായിട്ട് ഇച്ചിരിയും കൂടി ലോങ് ടൈം സെല്ല് നോക്കാവുന്ന ഇത് നല്ലൊരു ബെറ്റർ പൊസിഷൻ തന്നെയാണ്. എന്ന് വെച്ചാൽ പ്രൈസ് ഇവിടെ നിന്ന് കയറിയിട്ട് നല്ല ബിൽഡപ്പിൽ തന്നെയാണ് കയറിയത്. അപ്പോൾ ഇവിടെ നിന്ന് കയറിയ സമയത്ത് ഈ ലോയൊക്കെ നല്ല ലിക്വിഡിറ്റി എടുത്തു. ഇവിടെ ഒരു സിംഗിൾ ക്യാൻഡിൽ വന്നു, അതിൽ മിറ്റിഗേഷൻ നടത്തി അവിടെ നിന്നാണ് കയറിപ്പോയത്. നല്ലൊരു എൻട്രി തന്നെയായിരുന്നു അത്. ആ ഒരു ബൈയും നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് നമുക്ക് ലോങ് ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ്. ഷോർട്ട് ടൈമാണ് പ്രൈസ് ഒരു ബിയർഷിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 hourൻ്റെ നോക്കാം. 1 hourൻ്റെ സ്ട്രക്ചറിലാണ് വന്നിരിക്കുന്നത്. 1 hourൻ്റെ ഐഡിയം എടുത്തിട്ട് പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്തു. ഐഡിയം എടുത്തു, അവിടെ ഒരു ബിഗ് ഒബി ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു ഡിസിഷൻ ഒബി അതേ വരാൻ പാടില്ല. പക്ഷേ ഇതൊരു ഹൈ പ്രോബബിലിറ്റി ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് മാർക്ക് ചെയ്തത്. പക്ഷേ അതുകൊണ്ട് നല്ലൊരു റിയാക്ഷൻ കിട്ടി. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് എടുത്തു ഏകദേശം 4100 ആണ്, ഏകദേശം 4025 വരെയൊക്കെ വന്നിട്ടുണ്ട്, 2530 വരെയൊക്കെ വന്നിട്ടുണ്ട്. $70 മേലിൽ നമുക്ക് മൂവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് വീണ്ടും കയറിപ്പോയി. അപ്പോൾ നല്ല ബിൽഡപ്പ് തന്നു. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സെറ്റപ്പിൽ പ്രൈസ് വന്ന് നിന്നിട്ട് ഏകദേശം 60 മേലിലാണ് പ്രൈസ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം പ്രൈസ് 80 മേലിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം പ്രൈസ് ഇവിടെയും 80 മേലിൽ നിന്നു. 80 മേലിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 4030 വരെ പ്രൈസ് പോകണം. ഓൾറെഡി കറക്റ്റായിട്ട് 4030 വരെ പോയിട്ടുണ്ട്. വീണ്ടും 4000 മേലിൽ പ്രൈസ് ഓപ്പൺ ചെയ്തു. നല്ല ബിൽഡപ്പ് തന്നു ഈ ഒരു പൊസിഷന്. അവിടെ നിന്നാണ് ഒരു പുൾ ബാക്ക് നമുക്ക് തന്നത്. നേരെ വീണ്ടും നമുക്ക് ഈ ഒരു ഹൈ ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്ത് തന്നു. ഇവിടെ 4 hourൻ്റെ ഐഡിയം എടുത്തതിന് ശേഷം വീണ്ടും നേരെ കയറി. അപ്പോൾ നമ്മളിവിടെ ഒരു സെല്ല് നോക്കിയിരുന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ന്യൂയോർക്ക് മാർക്കറ്റ് ഹോൾഡേ ആയതുകൊണ്ട് തന്നെ ആ സെല്ല് പിന്നെ ലോങ് ടൈം ഹോൾഡ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ലായിരുന്നു. നേരെ നമുക്ക് 50 മിനിറ്റിൽ വന്നെ 50 മിനിറ്റിൽ പ്രൈസ് ബുള്ളിഷ് ആയെന്ന് പറഞ്ഞാൽ ഒരു പേടിയും വേണ്ട. ഇതെല്ലാം പ്രൈസ് ഇനി എടുക്കാനുള്ള സാധ്യതയാണ്. നമ്മളിവിടെ ഈ ഒരു IFC ക്യാൻഡിൽ കണ്ടു. നല്ലൊരു വിൽക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി അതൊരു IFC ക്യാൻഡിൽ തന്നെയായിരുന്നു. നമ്മളിവിടെ നിന്നൊക്കെ ട്രേഡ് എടുത്തു. ഏകദേശം നമ്മൾ എടുത്തിരിക്കുന്നത് 180 ഈ ഒരു പൊസിഷൻ വരെയൊക്കെയാണ് പോകുന്നത്. 60 പിന്നെ വീണ്ടും എടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം അതിൻ്റെ ലോയും എടുത്തു. ഏകദേശം ആ ട്രേഡെല്ലാം കഴിഞ്ഞു. പിന്നെ ന്യൂയോർക്ക് മാർക്കറ്റിൽ നമ്മൾ ഡേ ട്രേഡ് ചെയ്യുന്ന അതൊന്നും ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. അല്ലാത്തതൊക്കെ നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ടൊക്കെ ഹോൾഡ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ മൺഡേ ഓപ്പൺ ചെയ്ത് ഈ ഹൈ എടുത്തിട്ട് വീണ്ടും താഴേക്ക് പോകാം. കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ നമുക്ക് ആ വീക്കിൻ്റെ ഹൈ ഈ വീക്ക് തന്നെ എടുക്കാഞ്ഞത് കൊണ്ട് തന്നെ അതൊരു പ്രീവിയസ് വീക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ മൺഡേ വരുമ്പോൾ അപ്പോൾ ഒന്നിട്ട് ചിലപ്പോൾ ഒന്നും കൂടി കയറി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ചിലപ്പോൾ എടുത്തിട്ട് അങ്ങനെ തന്നെ ഇറങ്ങാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഒരു ബിയറിഷ് ട്രെൻഡിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡേയിലേക്ക് നോക്കണമെങ്കിലും ബുള്ളിഷാണ്, വീക്ക് മന്തൊക്കെ ബുള്ളിഷാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രക്ചർ ബേസ് പ്രൈസ് ഒരു ബിയറിഷിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയും പ്രൈസ് ഈ ലോയൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വീണ്ടും പാനിക്കാവും. അപ്പോൾ നല്ലൊരു സെല്ല് വരും. അപ്പോൾ ഈ ഒരു ഓർഡർ ഫ്ലോയിലൊക്കെ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എടുക്കുക. ഈ ഓർഡർ ഫ്ലോയിൽ വന്നു കഴിഞ്ഞാൽ ഡേയുടെ ഒരു പ്രീവിയസ് ഹൈ വരെയൊക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്ത് വലിയൊരു സ്വിംഗ് ട്രേഡൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്രയുമാണ് ഗോൾഡിൽ പറയാനുള്ളത്. നമുക്ക് കിട്ടുന്ന ട്രേഡ്സുകൾ നല്ല അടിപൊളിയായിട്ട് എടുക്കുക. അതേപോലെ തന്നെ നമ്മളൊരു VIP മെൻറ്റർഷിപ്പ് നമ്മൾ ആഡ് ചെയ്യുകയാണ്, അതായത് സ്റ്റുഡൻസിനല്ലാത്ത പുറത്തെ ആളുകൾക്ക് വേണ്ടി. അപ്പോൾ എല്ലാം ഫ്രീ ആയിട്ടാണ്. താല്പര്യമുള്ള ആൾക്കാർ മെസ്സേജും കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഇൻസ്റ്റയിൽ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പല ആൾക്കാരും എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ BTCയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ്
ഓപ്പർച്യൂണിറ്റിയാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ട്രേഡ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ആ ചാർട്ടൊക്കെ എടുത്തിട്ട് വേണം അത് പറയാനായിട്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനിയും പതിയെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളൊരു $10,000 ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു 1,00,000 എന്നുള്ളത് ബ്രേക്ക് ചെയ്ത് ഒരു $1,50,000 ആകുമ്പോഴത്തേക്കും ടോട്ടൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ മതി. അത് ചിലപ്പോൾ നിങ്ങൾ 1-2 വർഷം വെയിറ്റ് ചെയ്യാൻ മാത്രം മതി നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പല ആൾക്കാർ മെസ്സേജ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കും എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.